ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിന്റെ എരമോളുടെ ബാഗിൽ എന്താണെന്ന് നോക്കാം നമുക്ക്. ഞങ്ങൾ ഒരു ട്രിപ്പ് പോകുമ്പോ ഞങ്ങളുടെ ബാഗിൽ എന്തൊക്കെ ഞങ്ങൾക്ക് എടുക്കുമെന്ന് നോക്കാം. അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എറേനയും കൊണ്ട് 3 മാസത്തിൽ ട്രാവൽ ചെയ്തപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ ബാഗിൽ എടുത്തിട്ടുണ്ടായിരുന്നേന്ന്. അപ്പോൾ ഞാനത് ജസ്റ്റ് വീഡിയോ ചെയ്തിട്ടിടാം. ഞാനൊരു ഷോർട്സ് എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണ്ടവർ യൂട്യൂബിൽ വന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവർക്ക് ആക്ച്വലി 3 months ആയിട്ടുണ്ടായില്ല, ഒരു 2 months ഇനി ഒരു 9 days കൂടി കഴിഞ്ഞാലാണ് 3 months ആവുള്ളൂ. അപ്പോഴാണ് നമ്മൾ മൂന്നാർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ആ സമയത്ത് നമുക്ക് നല്ല ടെൻഷൻ ആയിരിക്കുമല്ലോ. പിന്നെ പറയണ്ട, ന്യൂ പാരൻസ് ആണെങ്കിൽ ഒട്ടും പറയണ്ട, ഭയങ്കര ടെൻഷനായിരിക്കും കുട്ടീനെയും കൊണ്ട് പുറത്തു പോകാൻ വേണ്ടിയിട്ട്. കാരണം എന്തെങ്കിലും വയ്യാണ്ടായി കഴിഞ്ഞാൽ നമ്മളെ മാത്രമല്ല വീട്ടിലിരിക്കണവർ നമ്മളെ നല്ല ചീത്ത പറയും. അപ്പോൾ നമ്മളുടെ ഓൺ റിസ്കിലാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇറക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ എടുത്തതെന്നുള്ളത് ജസ്റ്റ് ഒന്നൊരു വീഡിയോ ചെയ്തിടാമെന്ന് വിചാരിച്ചു. അത് ബാക്കിയുള്ളവർക്കും ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിടാമെന്ന് വിചാരിച്ചു. നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം ഡൈപ്പർ മാത്രം എടുത്തിട്ട് കാര്യമില്ല. ഇത് ഡൈപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനമുണ്ട്. അതിൽ ഇങ്ങനെ ഒരു റോള് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഓരോ കവേഴ്സ് ഇങ്ങനെ കീറി എടുത്തിട്ട് യൂസ് ചെയ്യുന്ന ഡൈപ്പർ കെട്ടിയിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ നമുക്ക് കാറിൽ തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നിട്ടോ എവിടെയെങ്കിലും പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ട സാധനമാണ് ഡ്രൈ ഷീറ്റ്. ഞങ്ങളെപ്പോഴും ഡൈപ്പർ ചേഞ്ച് ചെയ്യാൻ നേരത്ത് നമ്മൾ എടുക്കാറുണ്ട്. അതായത് കാറിൽ നിന്നോ എവിടെ നിന്നാലും ഡൈപ്പർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴെ ആവണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഡ്രൈ ഷീറ്റ് നമ്മൾ എടുക്കാറുണ്ട്. ഇത് പബ്ലിക്കായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു കവറാണ്. നേഴ്സിംഗ് കവർ എന്നാണ് ഇതിനെ പറയുക. ഇതിങ്ങനെ ഒരു കവറാണ്. ഇത് നമുക്ക് കഴുത്തിലിടാം. എന്നിട്ട് നമുക്ക് ബേബീനെ പബ്ലിക്കായിട്ട് തന്നെ ഫീഡ് ചെയ്താലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു സാധനമാണ്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതായത് ബ്രസ്റ്റ് ഫീഡിങ് മോംസിന് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഫീഡിങ് റൂമൊക്കെ അന്വേഷിച്ച് നടക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നമില്ല. ഇത് ഇടാം, എന്നിട്ട് ഫീഡ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. ഫീഡ് ചെയ്യണവർക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ്. നെയ്സിങ് കവർ എന്നാണ് അതിൻ്റെ പേര്. ഞാൻ എന്തായാലും മസ്റ്റായിട്ട് എടുക്കുന്ന സാധനമാണ് ടോയ്സ്. ഇത് നമുക്കിത് കാറിൻ്റെ ഗ്ലാസ്സിൽ ഒട്ടിച്ച് വെക്കാം. സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ജസ്റ്റ് കറക്കി വിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ ഒരു 3 ടൈപ്പ് ഉണ്ട്. പിന്നെ ഇടയ്ക്ക് അവർക്ക് കയ്യിൽ പിടിച്ച് കളിക്കാൻ വേണ്ടി ഒരു ടീത്തർ എടുക്കാറുണ്ട്. 2 ടീത്തർ ഉണ്ട്. പിന്നെ ഇത് ഒരു പുതിയ സാധനമാണ്. ഇതും അതേപോലെ ഗ്ലാസ്സിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വലിച്ച് ഇതാക്കി ഒക്കെ അവർക്ക് ഭയങ്കര രസമായിരിക്കും. അപ്പോൾ കാറിൽ തന്നെ ട്രാവൽ ചെയ്യണവർ ഈ സാധനങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് എടുക്കുക. ഞാൻ എന്തായാലും എവിടെ പോകണമെങ്കിലും ഈ സാധനങ്ങൾ എടുക്കാറുണ്ട്. കാരണം എനിക്ക് കാറിൽ കയറി കഴിഞ്ഞാൽ ഇവൾ വെറുതെ കിടന്ന് കരയുമ്പോൾ എനിക്ക് ടെൻഷനാണ്. അത് എല്ലാ മദേഴ്സിനും അങ്ങനെയാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ കുറച്ച് എൻ്റർടൈൻഡ് ആയിട്ട് ഇരുന്നോളും. പിന്നെ ഞാൻ എടുക്കാറ് ഈ ഒരു സാധനമാണ്. ഇത് ഹെഡ്ഫോണാണ് കിഡ്സിൻ്റെ. അതായത് നോയ്സ് ക്യാൻസലേഷൻസിനൊക്കെ അവർക്ക് റിലാക്സ് ആയിട്ട് കിടന്ന് ഉറങ്ങാനും എല്ലാത്തിനും പറ്റുന്ന ഒരു സാധനമാണ്. ഇത് ആക്ച്വലി നമ്മൾ ഹെയർ പിന്നൊക്കെ കയറുന്ന സമയത്ത് കുട്ടികളുടെ ചെവി അടയുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോളും. കാരണം നമ്മൾ ഈ ഹെയർ പിൻ കയറുന്ന ആ ഒരു സമയത്ത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഈ ചെവി അടണ പ്രശ്നം. കാരണം അവർക്കറിയില്ല ചെവി എങ്ങനെയാണ് അടയണത്, ഇത് എന്ത് പറ്റി പെട്ടെന്നൊരു സംഭവം അവർക്കറിയില്ലല്ലോ, ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അപ്പോൾ അവർ ഭയങ്കര ഡിസ്റ്റർബായിരിക്കും. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ പാസിഫയർ ഉണ്ടെങ്കിൽ പാസിഫയർ കൊടുക്കാം. അല്ലെങ്കിൽ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ആ സമയത്ത് ചെവി അടഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര റിലാക്സ് ആയിട്ടിരിക്കാൻ ഭയങ്കര ഉപകാരപ്പെടും. വെറ്റ് വൈപ്സ്, ഇത് നമുക്ക് കുട്ടികൾക്ക് ലൈക്ക് എന്തായാലും ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഷവർ ചെയ്യാനൊന്നും നിൽക്കില്ലല്ലോ. അപ്പോൾ വൈപ്സ് വെച്ചിട്ട് തുടപ്പിക്കുക. അല്ലെങ്കിൽ ഡൈപ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ വൈപ്സ് ഒക്കെ എന്തായാലും വേണം. അപ്പോൾ ഈ സാധനം മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ്. നമ്മൾ തണുപ്പുള്ള സ്ഥലത്താണ് പോകണമെന്നുണ്ടെങ്കിൽ ഈ സാധനം എന്തായാലും നമുക്ക് വേണ്ടി വരും. കാരണം കുട്ടികളുടെ ഫേസൊക്കെ ഭയങ്കര, നമ്മൾ മൂന്നാർ പോയ സമയത്ത് നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് അവളുടെ ഫേസൊക്കെ ഇങ്ങനെ ഡ്രൈ ആവുന്നുണ്ടായി തണുപ്പ് കൊണ്ടിട്ട്. അല്ലാണ്ട് ഇവള് തണുപ്പുള്ള റൂമിലാണ് കിടക്കുന്നതുകൊണ്ട് തണുപ്പ് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പക്ഷേ ഫേസ് ഡ്രൈ ആവുന്നുണ്ടായി. അപ്പോൾ ആ സമയത്ത് നമുക്കിത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. അപ്പോൾ ഇതെന്തായാലും മസ്റ്റായിട്ട് നമ്മൾ എടുത്തിരിക്കണം. പിന്നെ ഞാൻ എടുക്കാറ് ഈ പാസിഫയർ ആണ്. ഈ പാസിഫയർ ആക്ച്വലി ഇവളുടെ ഒരു ഇത് തീരെ യൂസ് ചെയ്യലില്ല. ഞാൻ 2 ടൈപ്പ് എടുക്കാറുണ്ട്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് 6 months+ ആണ്.
ഇത് 6 months അപ് ടു 6 months ആണ്. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതധികം യൂസ് ചെയ്യാറില്ല ഞാൻ. എന്നിട്ട് ഇത് മാറ്റി ഇതിനകത്ത് ഇടാറാണ് പതിവ്. ഞാൻ എന്തായാലും 2 എണ്ണം എടുക്കാറുണ്ട്. ചിലപ്പോൾ മൂടുള്ളപ്പോൾ മാത്രമേ വെക്കാറുള്ളൂ. എൻ്റെ കൊച്ചിനെന്തോ പാസിഫയർ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇത് 2 ഞാൻ എടുക്കാറുണ്ട്. ഇത് ആക്ച്വലി ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്, ഞാൻ പറഞ്ഞില്ലേ, ഹെയർ പിൻ കയറുന്ന സമയത്ത് അവരുടെ ചെവി അടയണ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഒരു സക്കിങ് റിഫ്ലെക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കര ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. ഇനി ഞാനൊരു ഫാൻ എടുക്കാറുണ്ട്. ചൂടുള്ള സ്ഥലത്താണെങ്കിലും അല്ലാണ്ടും ഇവർക്ക് ചൂട് തീരെ സഹിക്കാൻ പറ്റില്ല, ബഹളമായിരിക്കും. ചൂടും ഇവർക്ക് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഫാൻ എപ്പോഴും ഡൈപ്പർ ബാഗിൽ വെക്കാറുണ്ട്. തണുപ്പുള്ള സ്ഥലത്താണ് പോകുമ്പോൾ കൂടുതൽ എടുക്കാറ്. ഇതേപോലെ മിറ്റൻസ് എടുക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടി വന്നില്ല, എന്നാലും നമ്മൾ എടുത്ത് വെക്കാറുണ്ട്. പിന്നെ ഇതേപോലെ കട്ടിയുള്ള സോക്സ്, കട്ടി കുറഞ്ഞ 2 സോക്സ്, പിന്നെ ക്യാപ്പ്, പിന്നെ മങ്കി ക്യാപ്പ്. ഇത് ആക്ച്വലി ചെവി ഇവർക്കിടെ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് തണുപ്പ് ഭയങ്കരമായിട്ട് കുറേയൊക്കെ ഇവർക്ക് തണുപ്പ് മാനേജ് ചെയ്യാൻ പറ്റും. കുറച്ച് കഴിയുമ്പോഴേക്കും ഇവർക്ക് തണുപ്പ് പറ്റാണ്ടാവാന്നുള്ള സിറ്റുവേഷൻ, നമുക്ക് കൈയൊക്കെ തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അയ്യോ ഇവർക്ക് തണുക്കേണ്ടത്. അങ്ങനെയല്ല, ചെവിയുടെ ഭാഗം ഇങ്ങനെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവർക്ക് തണുക്കുന്നുണ്ടോ ഇല്ലേന്ന്. അവിടെ ചെവി തണുത്തിരിക്കുന്നുണ്ട്, ചെവിയുടെ ബാക്ക് തണുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇവർ നല്ല തണുത്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പം പേടിച്ചിട്ട് ഭയങ്കര തണുപ്പ് വരും എന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് പൊതിഞ്ഞ് കെട്ടിയൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് തണുപ്പ് വരുമ്പോൾ ചെവിയുടെ ഭാഗം തൊട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ക്യാപ്പോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട്, ഷീറ്റോ എന്തെങ്കിലും ഇട്ടിട്ട് ഇവരെ ഒന്ന് വാമാക്കി എടുത്താൽ മതി. കുറച്ച് അല്ലാണ്ട് ഉള്ള റോംബേഴ്സ്, ചെറിയ റോംബേഴ്സ് എടുക്കാറുണ്ട്. ഇതേപോലെ 2-3 റോംബേഴ്സ് എടുക്കാറുണ്ട് ഇവർക്ക് നോർമലായിട്ട് ഇടാൻ. പക്ഷെ നല്ല കട്ടിയുള്ള ഒരു ജാക്കറ്റ് എടുക്കാറുണ്ട് ഞാൻ. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചതാണ്, പക്ഷെ അത് കഴിഞ്ഞ പ്രാവശ്യം അവൾ ഉപയോഗിച്ചില്ല. അതിൻ്റെ കൂടെ ഒരു പാൻസും ഉണ്ട്. ഇതെന്തായാലും നമ്മൾ എടുത്ത് വയ്ക്കും. തണുപ്പുള്ള സ്ഥലങ്ങളിൽ അവർക്ക് താങ്ങാൻ പറ്റാത്ത തണുപ്പാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. ചെറിയ ടവൽസ് എടുക്കാറുണ്ട്. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് യൂസ് ചെയ്യാം. ബർപ്പിംഗ് ക്ലോത്ത്സ് എടുക്കാറുണ്ട്. ബർപ്പിംഗ് ക്ലോത്ത്സ് ആക്ച്വലി ഇപ്പോൾ നമുക്ക് ആവശ്യം വരാറില്ല. പണ്ടൊക്കെ ബർപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഇടാറുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമുക്ക് ഇത് എന്തായിട്ട് യൂസ് ചെയ്യാം, തുടക്കാനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ 2 ക്ലോത്ത്സ് എടുക്കാറുണ്ട്. ക്ലോത്ത്സ് എന്തോരം എടുക്കുന്നത് നല്ലതാണ്. കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ ക്ലോത്ത്സ് നല്ല ഉപകാരപ്പെടും. വൈപ്സിനേക്കാളും നല്ലത് ക്ലോത്ത്സ് ആയിരിക്കും. അവർക്ക് തണുപ്പത്തൊക്കെ പോകുമ്പോൾ വൈപ്സൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് തണുത്തിരിക്കും. ആ സമയത്ത് ഇതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇത്രയും ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ കുറച്ച് റോംബേഴ്സ് പോലത്തെ നല്ല അത്യാവശ്യം കട്ടിയുള്ള പോലത്തെ, അത്രയും കട്ടിയല്ല എന്നാലും അത്യാവശ്യം നല്ല ഡ്രസ്സുകൾ. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട്. എന്താ ഹായ്, വേറെ ഇവിടെ കരച്ചിലാണ്, ബഹളായി തുടങ്ങി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടോയ്സ് അവൾക്ക് ഇട്ട് കൊടുത്തതിന് അതൊക്കെ നോക്കി കുറച്ച് നേരം കളിച്ചൊക്കെ ഇരുന്നോളും. ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പീസാണ് നമ്മൾ എടുക്കുന്നത്. കട്ടി കുറഞ്ഞത് ഇറക്കി. പിന്നെ ഒരു ടവല്. ഇത് നോക്കി, ഇത് ആക്ച്വലി തണുപ്പൊക്കെ വരുമ്പോഴേക്കും ബ്ലാങ്കറ്റ്സ് എടുക്കുന്നുണ്ട് അവർക്ക്. അതേപോലെ 2-3 ബ്ലാങ്കറ്റ്സ്. ഞാൻ ബ്ലാങ്കറ്റ്സ് കുറേ എടുക്കാറുണ്ട്. ആവശ്യം വന്നില്ലെങ്കിൽ ഞാൻ എക്സ്ട്രാ ഒരു 3-4-5 ബ്ലാങ്കറ്റ്സും ടവൽസൊക്കെ എടുക്കാറുണ്ട്. അവർക്ക് എന്തായാലും ആവശ്യം വരും. കുട്ടികളുടെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റൂല. അപ്പോൾ ഒരു കുറേ ഡ്രസ്സുകൾ എടുക്കാറുണ്ട്. ഇത്രയും സാധനങ്ങളാണ് മൊത്തം ഞാൻ എടുത്തേക്കുന്നത്. ആ കിടക്കണ മുതലിനടക്കം ഇത്രയും സാധനങ്ങളാണ് ഞാനൊരു ന്യൂ ബോൺ അമ്മ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ. നോക്കൂ, ഇത്രയും സാധനങ്ങളും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇതാ സാധനത്തിന്. എറാ എറാ ഇവിടെ നോക്ക്. എറാ 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 അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലത്തെ നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെ വരാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരേക്കും ബൈ പറ. ബൈ. ഞങ്ങൾക്ക് ഒറ്റ വരുന്നുണ്ടല്ലോ.